അഹിൽ സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കന്മാരോട് എനിക്ക് പറയാനുള്ളത്, അള്ളാഹുവിന്റെ റസൂലിനെ ഫോളോ ചെയ്യുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന് ഹബീബായ റസൂലിനെ ഇഷ്ടപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ട സുന്നി കുടുംബത്തിൽ ലഭിച്ച APR നിങ്ങളോട് പറയാനുള്ളത്, ഈ നാറ്റക്കോയ തങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? ഇയാൾ ആരാണ് വളർത്തുന്നത്? ഇയാൾക്ക് ദീനിനെ പറ്റി എന്തെങ്കിലും അറിവുണ്ടോ? ഇയാൾ വിഗ് ആദ്യം കഷണ്ടിയായി ഇയാൾ വിഗ് വെക്കുന്നു. ഇയാളെ സഭയിൽ വരുന്ന ആൾക്കാരോട് നീച്ച് ചെയ്യാതെ നിങ്ങൾക്ക് ദുആ ഞാൻ ചെയ്യില്ല എന്ന് പറയുന്നു. പിന്നെ ഇയാളാണ് നാരിയത്ത് സ്വലാത്ത് കൊടുന്നെന്ന് പറയുന്നു, അതിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നു. ഇയാളാണ് എല്ലാവർക്കും ഇജാസത്ത് കൊടുക്കുന്ന ആള്, റസൂലിന്റെ പേര് സലാത്തുകള്. ഇതൊക്കെ എന്താണ് ഇയാൾ പറയുന്നത്? ഇയാൾ ഭൂമി 4 ഏക്കർ സ്ഥലം വാങ്ങിക്കൊണ്ട് 2 ഏക്കർ വാങ്ങിക്കൊണ്ട് പാവപ്പെട്ട ഒരു പെൺകുട്ടികളെ കെട്ടിക്കണ്ട് ഇസ്ലാമിന്റെ പേരിൽ മതം വിറ്റുകൊണ്ട് ചൂഷണം ചെയ്യുന്ന ഇയാളെന്ന് ഒതുക്കാൻ എന്റെ പ്രിയപ്പെട്ട ആരാണ്? ഇവിടെ 1500 വർഷം മുന്നേ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാർഗങ്ങൾ ഇയാൾ ചെയ്യുന്നുണ്ടോ? അഹ്ലുൽ ബൈത്തിലെ കുടുംബത്തിൽ പെട്ടതാന്നുള്ള ഒരു പേര് പറഞ്ഞുകൊണ്ട് ഒരു രേഖ സനദും ഇല്ലാത്ത ഈ മനുഷ്യൻ വന്നുകൊണ്ട് ഇസ്ലാമിനെ വിറ്റുകൊണ്ട് ഇയാൾ എന്തോ കാട്ടിക്കൂട്ടുന്നു. ഇയാളെ പേരിൽ നിങ്ങൾക്ക് ആർക്കും എതിർക്കാനോ അല്ലെങ്കിൽ കേസ് കൊടുക്കാനോ പറ്റൂലേ? ഇങ്ങനെ എത്ര ഇവരൊക്കെ പൈസ നിങ്ങളിലേക്ക് വരുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ ഉറപ്പിച്ചോളൂ എന്റെ പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, അള്ളാഹുവിന്റെ കോടതിയിൽ റസൂലിന്റെ ശാപം അത് ഏത് സംഘടനക്കായാലും ഉണ്ടാവും. എന്തുകൊണ്ടാണെന്നറിയോ? അറിവില്ലാത്ത മിണ്ടാതിരിക്കാൻ പറഞ്ഞു. ഈ അറിവില്ലാത്ത ഖുർആൻ ഒരു സ്ഥലത്ത് ഇയാൾ ഹദീസ് ഖുർആൻ ഓതുമ്പോൾ തെറ്റിപ്പോണ്ട് ഒരു ചെറിയ സൂറത്ത് പോലും, സൂറത്തുൽ ഫാത്തിഹ പോലും ഇയാൾക്ക് ഓതാൻ അറിയില്ല. ഇനിയിപ്പോൾ പഠിച്ചുകണമെന്ന് അറിയില്ല. പിന്നെ ഒരു യാസീൻ പോലും ഓതാൻ, ഫുള്ളൊരു യാസീൻ ഇയാൾ ഒരു വീഡിയോയിൽ വന്ന് ഓതട്ടെ. ഓതാൻ അറിയാത്ത ഇയാളാണ് റസൂലിന്റെ കുടുംബം എന്ന് പറഞ്ഞു വരുന്നത്. പ്രവാചകൻ ആരാണ്? പ്രവാചകൻ പഠിപ്പിച്ച മാർഗം എന്താണ്? ഇതിനൊക്കെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഇയാളാണ് എല്ലാവർക്കും ഇജാസത്ത് കൊടുക്കുന്നത്, ഇയാളാണ് ഇവിടുത്തെ ഔലിയ. എന്തൊക്കെയാണ് ഇയാൾ പഠിപ്പിക്കുന്നത്? എന്തൊക്കെയാണ് അനാചാരങ്ങളും ഷിർക്കുമാണ് ഇയാൾ പഠിപ്പിക്കുന്നത്? ഇതിനൊക്കെ ഈ സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ ജാലിയങ്ങളായ എന്തെങ്കിലും അപ്പക്കണ്ടിട്ട് കൊടുക്കുമ്പോൾ തിന്നാൻ നടക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ. ഇനി പ്രവാസികളായ ആൾക്കാരോട് പറയാം, നിങ്ങളെ പെണ്ണുങ്ങളെയും കുട്ടികളൊന്നും നിങ്ങളെ രോഗം ശിഫയാവും, നിങ്ങളെ മറ്റേ ശിഫ ഒന്നും ചെല്ലല്ലേ. ശിഫയാവും. എന്തുകൊണ്ടാണെന്നറിയോ? അള്ളാഹു അല്ലാത്തവരോട് ആരാധിച്ചാലും ശിഫ കിട്ടും. എന്തുകൊണ്ട്? അത് സൈത്താന്റെ ശക്തിയാണ്. അതോട് നിങ്ങളെ ഈമാൻ നഷ്ടപ്പെടും. നിങ്ങൾ ഇസ്ലാമിലേന്ന് പുറത്താണ്. നിങ്ങൾക്ക് എന്താ പറയാ, ഏകദൈവ വിശ്വാസത്തിന് നിങ്ങൾ എതിരാണ്. നിങ്ങൾ ഏകദൈവ വിശ്വാസം പറയും ചെയ്യുക, ഇങ്ങനെ പോലെ കുറെ ആൾക്കാരെ തല വെച്ചു കൊടുക്കുകയും ചെയ്യുക. എല്ലാ തെണ്ടിത്തരങ്ങളും ചെയ്യാൻ നടന്നാൽ മറ്റുള്ള മതസ്ഥരെ തള്ളി പറയും ചെയ്യുക. അതിന്റെ പേരിൽ അവർ ബഹുദൈവം ആരാധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ബഹുദൈവത്തിനെക്കാട്ടി അപ്പുറമാണ് നിങ്ങളെ ആരാധന. മനസ്സിലായില്ലേ? കണ്ടെത്താൻ തുണിയിട്ട മൂല്യന്മാരും മറ്റവരൊക്കെ തങ്ങളാണ്, അതാണ് ഇതാന്ന് ചരടും മന്ത്രിച്ചൂതി എന്തൊക്കെ തെമ്മാർത്തങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്നത് കണ്ടിട്ട് മുട്ടിയിട്ടാണ് എതിർക്കുന്നത്. എനിക്ക് ഇതിനൊന്നും എതിർക്കാനുള്ള വലിയ അറിവും കാര്യമൊന്നുമില്ല. പക്ഷെ എന്നാലും എൻ്റെ ദീൻ എന്താണെന്ന് എനിക്കറിയാം, എൻ്റെ റസൂൽ എന്താണെന്ന് എനിക്കറിയാം, എൻ്റെ ദീൻ എങ്ങനെയാണ്, ആരൊക്കെയാണ്, എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. മനസ്സിലായില്ലേ? നമ്മളൊന്നും ഇമാതിരി കുഫറുകൾ ചെയ്തിട്ടില്ല. ഞാൻ പണ്ട് പൂനെയിലാവുമ്പോൾ എൻ്റെ ഒരു പ്രായമുള്ള ഒരാളുണ്ടായിരുന്നു, നമ്മളെ കൂടെ ജോലി ചെയ്ത. അദ്ദേഹം നല്ല ഹദീസും ഖുർആനൊക്കെ പഠിച്ച ആളാണ്. അതിനോട് പറഞ്ഞ് നാവൂർ പോയിട്ട് നമുക്ക് ഇതേമാതിരി ഞാൻ ഒരു പച്ച തുണി ഇതൊക്കെ ഇട്ടിരിക്കാം, ജിന്റെ ഹെൽപ്പറായി നിന്നാൽ മതി, ഞാൻ ഒരു തങ്ങളാവാന്ന്. അന്നും ചെറിയ ബുദ്ധിയിൽ എനിക്ക് തോന്നിയത് തെറ്റാണെന്ന്. എൻ്റെ ഉപ്പാനോടും ചോദിച്ചാൽ പോട്ടെന്ന്. അരുത് മോനെന്ന് അറിഞ്ഞു. നമ്മൾ മതം വിറ്റിട്ടോ അല്ലെങ്കിൽ കള്ളം പറഞ്ഞിട്ടോ ഒരാളെ വഞ്ചിച്ചിട്ടുള്ള പണം ഒരിക്കലും നമ്മളെ കുടുംബത്തിൽ ഘടിപ്പിക്കരുതായിരുന്നു. ഇങ്ങനെ പോലത്തെ നാറികളെ എതിർക്കേണ്ട സമയം കഴിഞ്ഞ് ഇയാൾ എതിർക്കാൻ പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, ആഫിളായ എത്രപ്പോരം പണ്ഡിതന്മാരെ നിങ്ങൾ എതിർക്കണം. നിങ്ങളാണ് എതിർക്കേണ്ടത്. ഇയാളെ എതിർത്ത് പാവപ്പെട്ട ആൾക്കാരെ ഈ വിശ്വാസം കൊണ്ട്, അന്ധവിശ്വാസം കൊണ്ട് പോയിട്ട് തലവെച്ചു കൊടുക്കുകയാണ്.